പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പദശുദ്ധി, ശൈലികൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ്. 15 ചോദ്യങ്ങളാണുള്ളത്. നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോവാം. അമ്മയുടെ പര്യായ പദം അല്ലാത്തത്. അമ്മയുടെ പര്യായ പദം അല്ലാത്തത്. ഉത്തരം ജനയിതാവ്. ജനയിതാവ് എന്ന് വെച്ചാൽ പിതാവ് എന്നാണ് അർത്ഥം. ജനനി, ജനിത്രി, ജനയിത്രി ഇവയൊക്കെ അമ്മയുടെ പര്യായ പദമാണ്. അടുത്ത ചോദ്യം, കാറ്റ് പര്യായം അല്ലാത്തത് ഏത്? കാറ്റ് പര്യായം അല്ലാത്തത് ഏത്? ഉത്തരം പാവകനാണ് കാറ്റ് എന്ന അർത്ഥം വരാത്തത്. അനിലൻ, പവനൻ, മാരുതൻ തുടങ്ങിയവ കാറ്റിൻ്റെ പര്യായങ്ങളാണ്. ആനയുടെ പര്യായം അല്ലാത്തത് ഏത്? ആനയുടെ പര്യായം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആയിട്ടുള്ള കൂർമ്മമാണ്. ദന്തി, ഹസ്തി, കരി എന്നിവ ആനയുടെ പര്യായമാണ്. കൂർമ്മം എന്ന് വെച്ചാൽ ആമ എന്നാണ്. മഴയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ്? മഴയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ്? ഉത്തരം ഗഗനമാണ്. വർഷം, മാരി, വൃഷ്ടി തുടങ്ങിയവ മഴയുടെ പര്യായ പദങ്ങളാണ്. സങ്കീർണം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? സങ്കീർണം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഉത്തരം അസങ്കീർണമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താമര എന്ന അർത്ഥം വരാത്ത പദം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ താമര എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഉത്തരം ജലദമാണ്. അംബുജം, ജലജം, വാരിജം എന്നിവ താമര എന്ന പദത്തിൻ്റെ അർത്ഥങ്ങളാണ്. സ്വർണത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? സ്വർണത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? ഉത്തരം വഹിനിയാണ്. വഹിനി എന്ന് വെച്ചാൽ പാമ്പ്. ഹേമം, കനകം, കാഞ്ചനം തുടങ്ങിയവ സ്വർണത്തിൻ്റെ പര്യായ പദങ്ങളാണ്. നിലാവിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത്? നിലാവിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ഉത്തരം വൃഷ്ടിയാണ്. വൃഷ്ടി മഴയാണ്. ജ്യോത്സ്ന, ചന്ദ്രകാന്തം, കൗമുദി തുടങ്ങിയവ നിലാവിൻ്റെ പര്യായ പദങ്ങളാണ്. ദീപാളി കുളിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ദീപാളി കുളിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഉത്തരം ധൂർത്ത് കാണിക്കുക എന്നാണ് ദീപാളി കുളിക്കുക എന്ന് വെച്ചാൽ. കളിയാക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? കളിയാക്കുക എന്ന് അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഉത്തരം പാവ കളിപ്പിക്കുക. കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരം ദരിദ്രന്റെ നിലയിൽ മാറ്റമില്ല എന്നാണ് കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. തലമറന്ന് എണ്ണ തേക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? തലമറന്ന് എണ്ണ തേക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഉത്തരം നന്ദികേട് കാണിക്കുക. ഭൗതികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഭൗതികം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ഉത്തരം ആത്മീയം എന്നാണ് ഭൗതികത്തിൻ്റെ വിപരീത പദം. അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധമുള്ളത് ഏതാണ്? അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധമുള്ളത് ഏതാണ്? ഉത്തരം അല്പജ്ഞാനം ആപത്ത്. നിലപാട് മാറ്റുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? നിലപാട് മാറ്റുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഉത്തരം കാലുമാറുക. നിലപാട് മാറ്റുക, കാലുമാറുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പദം ഓപ്ഷൻ എ ആണ്, അംഗവൈകല്യം. ആണ് വേണ്ടത്. 15 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.